തൃശൂർ അന്നമടയിൽ കറന്റ് പോയതിന് KSEB ജീവനക്കാരന് മർദ്ദനം. അർജന്റീനയുടെ മത്സരത്തിന് മുൻപ് വൈദ്യുതി മുടങ്ങിയതോടെ ഓഫീസിലെത്തി ഒരു സംഘം ആളുകൾ മർദ്ദിക്കുകയായിരുന്നു. താൽക്കാലിക ജീവനക്കാരൻ നിധിനെയാണ് മുളവടി കൊണ്ട് മർദ്ദിച്ചത്. ആ മർദ്ദനത്തിന്റെ ദൃശ്യങ്ങളാണ് കാണുന്നത്. മറ്റൊന്ന്, തൃശൂർ എരുമപ്പെട്ടിയിലെ KSEB ഓഫീസ് DYFI പ്രവർത്തകർ ഉപരോധിച്ചു. ദൃശ്യം കൂടി കാണാം. മലപ്പുറം തിരൂർ പരിയാപുരം KSEBയിൽ മെഴുകുതിരി കത്തിച്ചാണ് DYFI പ്രവർത്തകരുടെ പ്രതിഷേധം. കൂടുതൽ വിവരങ്ങളുമായി ജെയ്സൺ ചാമവളപ്പിൽ ചേരുന്നു. ജെയ്സൺ, ചിലയിടത്ത് മർദ്ദനം, ചിലയിടത്ത് പ്രതിഷേധം, ചിലയിടത്ത് മെഴുകുതിരി കത്തിക്കൽ. റോഷ്നി, കഴിഞ്ഞ കുറേ കാലമായി നമുക്ക് ഈ പവർ കട്ട് അല്ലെങ്കിൽ അത്തരത്തിലുള്ള സാഹചര്യങ്ങൾ കാര്യമായൊന്നും അനുഭവിക്കേണ്ടി വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ പുതിയ ഒരു അനുഭവം ഉണ്ടാകുന്നു. അതേസമയം ഇന്നലത്തെ പ്രത്യേക പ്രതിഭാസമാണ്. ഇന്നലെ അർജന്റീനയും ഇംഗ്ലണ്ടും തമ്മിലുള്ള കളി കാണാൻ ലോകം മുഴുവൻ കാത്തിരിക്കുകയാണ്. പ്രത്യേകിച്ച് കേരളം അർജന്റീനയായി മാറിക്കഴിഞ്ഞിരിക്കുന്നു കഴിഞ്ഞ കുറേ ദിവസങ്ങളായി. അതുകൊണ്ട് തന്നെ ആ സമയത്ത് അത് കളി കാണാൻ കഴിയാത്തൊരു സാഹചര്യം ഉണ്ടായാൽ ആ നിരയെ, ആ സമൂഹത്തെ പിടിച്ചു കിട്ടുക എന്നുള്ള അത്ര എളുപ്പമുള്ള കാര്യമല്ല. അതേ സമയത്താണ് കറണ്ട് പോകുന്നത്. തൃശ്ശൂർ ജില്ലയിൽ 2 സ്ഥലത്താണ് ഈ പ്രശ്നങ്ങളുണ്ടായത്. ഒന്ന് എരുമപ്പെട്ടിയിലാണ്. എരുമപ്പെട്ടിയിൽ DYFIയുടെ നേതൃത്വത്തിൽ രാത്രി 12:45 കറണ്ട് പോക്ക് വന്നത്. അപ്പോൾ സമരം ചെയ്തു. കടങ്ങോടുള്ള KSEBയുടെ ഓഫീസിലായിരുന്നു മാർച്ചും സമരവും പ്രതിഷേധമൊക്കെ സംഘടിപ്പിച്ചത്. പക്ഷേ ഒരു പടി കൂടി കടന്ന് മാളയിലെ അന്നമനടയിലാണ് അടുത്ത സമരമുണ്ടായത്. ആ സമരം പ്രതിഷേധവും അക്രമത്തിലെത്തി എന്നതാണ് ദൗർഭാഗ്യകരമായൊരു കാര്യം. അവിടുത്തെ താൽക്കാലിക ജീവനക്കാരന് മർദ്ദനമേറ്റു. ഇയാളെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി. പോലീസ് കേസെടുത്തിട്ടുണ്ട്. സ്വാഭാവികമായും സംഘം ചേർന്ന ആളുകൾ വരുന്നു. പ്രത്യേകിച്ച് ഈ കളി കാണുന്നതിനിടയിലാണ് ഈ സംഭവം എന്നുള്ളത് കൊണ്ട് തന്നെ ഒരു രീതിയിലും ആളുകൾ ഉൾക്കൊള്ളാൻ കഴിയുന്ന ഒരു സാഹചര്യമല്ല. പ്രത്യേകിച്ച് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കേരളത്തിൻ്റെ ഇപ്പോഴത്തെ ഫുട്ബോൾ ഫീവർ അത്രയേറെ രൂക്ഷമായിരിക്കുകയാണ്. പ്രത്യേകിച്ച് അർജന്റീന ഫാൻസാണ് ഭൂരിഭാഗം. അവർ കളി കാണാൻ കഴിയാതിരുന്നാൽ അവർ അക്രമത്തിലേക്ക് തിരിയും. ഒരിക്കലും ന്യായീകരിക്കാൻ കഴിയാത്ത കാര്യമാണ്. പക്ഷെ ആ സമയം ഒഴിവാക്കിക്കൂടെ എന്നതാണ് ഇപ്പോൾ പ്രതിഷേധിച്ചവരുടെയും നാട്ടുകാരുടെയൊക്കെയും പ്രധാനപ്പെട്ട ചോദ്യം. അധിക ദിവസങ്ങളില്ലല്ലോ ഈ ഫുട്ബോൾ കഴിയാൻ. ഇനി ആകെ ഒരു കളിയും കൂടിയേ ഉള്ളൂ, ലൂസേഴ്സ് ഫൈനൽ ഒഴിച്ച്. അപ്പോൾ അതുകൊണ്ട് ആ സമയം ഒഴിവാക്കണമെന്ന ആവശ്യമാണ് ഇവർ മുന്നോട്ട് വെക്കുന്നത്. അതോടൊപ്പം തന്നെ ഇത്തരത്തിലുള്ള പ്രതിഷേധങ്ങൾ ഇനിയും തുടരുമെന്ന് പറയുന്നു. പക്ഷേ ആ മർദ്ദനത്തിൽ പോലീസ് കേസെടുത്തിട്ടുണ്ട്. തുടർ അന്വേഷണം നടക്കുകയാണ്. CCTV ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. അവരെ കണ്ടെത്താനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. ഏതായാലും വരും ദിവസങ്ങളിലും ഇത്രയേറെ പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാൻ വയ്യ, രാത്രികാലങ്ങളിലൊക്കെ. പക്ഷേ ഇന്നലെ രാത്രി എന്ന് പറയുന്ന എല്ലാവരും ഉണർന്നിരുന്ന രാത്രിയായിരുന്നു. അതുകൊണ്ടാണ് ഇത്രയേറെ സ്ഥിതി രൂക്ഷമായത്. രോഷിനി, ശരി ജെയ്സൺ.